ഫ്ലിപ്കാർട്ട് പേ ലേറ്റർ ഞാനടക്കം പലർക്കും ഇപ്പോൾ ഡിസേബിൾ ആണ്. ഞാൻ ഓൾറെഡി നമ്മുടെ ഗോഡ് സെയിൽ നടന്ന സമയത്ത് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കുറച്ച് പ്രോഡക്റ്റുകൾ മേടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് പേ ലേറ്റർ EMIയിലാണ് ഇപ്പോൾ എന്നാൽ അത് ഡിസേബിൾ ആണെന്നുള്ളത്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഈ ഗോഡ് സെയിൽ നടക്കുന്നതുകൊണ്ട് തന്നെ, അതായത് ഓഫർ സെയിൽ നടക്കുന്നതുകൊണ്ടായിരിക്കാം ഇതങ്ങോട്ട് അവർ ഡിസേബിൾ ചെയ്ത് വെച്ചേക്കുന്നത്. അത് കഴിയുമ്പോൾ ഓൺ ആക്കുമെന്നായിരുന്നു, അതായത് ഇനേബിൾ ആക്കുമെന്നായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇതുവരെയും അങ്ങോട്ട് ഇനേബിൾ ആക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എത്ര പേർക്ക് പേ ലേറ്റർ ഇപ്പോൾ വർക്കിംഗ് ആണ് അല്ല എന്നുള്ളത്. അതിൽ 149 പേര് ഇതുവരെ അങ്ങോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. അതിൽ 83% പേര് പറയണത് വർക്കിംഗ് അല്ല, എന്നാൽ ഒരു 17% പേര് മാത്രമാണ് വർക്കിംഗ് ആണെന്ന് പറയുന്നത്. അതായത് 123 പേർക്കും വർക്കിംഗ് അല്ല, ഒരു 26 പേർക്ക് മാത്രമാണ് ഇപ്പോൾ ഈ സാധനം അങ്ങോട്ട് വർക്കിംഗ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഈ 26%-ലുള്ളവർ പുതുതായിട്ട് പേ ലേറ്റർ എടുത്തവരായിരിക്കാം. ഇനി അതല്ല, അവർക്ക് EMIസോ അല്ലെങ്കിൽ പേ ലേറ്ററോ ഇല്ലാത്തവരായിരിക്കാം. മേ ബി അങ്ങനെയുള്ളവർക്കായിരിക്കാം ഇപ്പോൾ ആ ഒരു പേ ലേറ്റർ EMI അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നെങ്കിൽ പേ ലേറ്റർ ഒരെണ്ണമെങ്കിലും റിമൈനിങ് ആയിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും ഇപ്പോൾ ഡിസേബിൾ ആയിരിക്കാം ആ ഒരു പേ ലേറ്റർ പുതിയതെടുക്കാനായിട്ട്. പിന്നെ ഞാൻ ഇവരുടെ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ KYC അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എക്സ്പയർ ആയി കഴിഞ്ഞാലും ഈ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഞാനങ്ങനെ KYC നോക്കിയപ്പോഴത്തേക്ക് 2030 വരെ ഓൾറെഡി അത് വാലിഡ് ആണ്. കൂടാതെ നമുക്ക് 30 ദിവസത്തിന് മുകളിൽ ഡ്യൂ ഉണ്ടെങ്കിൽ അവിടെയും ഈ ഒരു ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു ഇഷ്യൂ ഉണ്ട്. നമ്മുടെ IDFCക്ക് നമ്മൾ 5-ാം തീയതി വരെ വെയിറ്റ് ചെയ്തിട്ട് അടയ്ക്കുവാണെങ്കിൽ ചിലപ്പോൾ ഡിലേ വന്നു കഴിഞ്ഞാൽ അത് ഡ്യൂവിലോട്ട് പോകും. അതുകൊണ്ട് തന്നെ 1-ാം തീയതിയോ 2-ാം തീയതിയോ 3-ാം തീയതിയോ ഇതിനിടയ്ക്ക് അടയ്ക്കാൻ നോക്കുക. ഞാൻ ഉറപ്പായിട്ടും 1-ാം തീയതി 2-ാം തീയതിയോ ആണ് മാക്സിമം അടയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ വരാനേ ചാൻസ് ഇല്ല. പിന്നെ ഉള്ള 4 പോയിന്റ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അവരടുത്തും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്കും അറിയാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഇന്റേണൽ പോളിസീസ് നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ ലംഘിച്ചു, അല്ലെങ്കിൽ അവരുടെ ഈ ബാങ്കിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ ലംഘിച്ചു, അങ്ങനെയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളാണ്. അതെന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെയാണ് എന്തായാലും ഞാൻ കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ആ ഒരു റെസ്പോൺസ്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്ത് അത് ഉറപ്പായിട്ടും വീഡിയോയുടെ കമൻ്റ് ആയിട്ട് ഇടണേ. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി ഇതേപോലെ റെസ്പോണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു EMI ഇനേബിൾ ആയെങ്കിൽ എങ്ങനെയാണത് ഇനേബിൾ ചെയ്തത്, അവർ എങ്ങനെയാണ് ഇനേബിൾ ആക്കിയത്, അതും കൂടി വീഡിയോയുടെ കമൻ്റ് ആയിട്ട് ഇടണമെങ്കിൽ എനിക്കും അതുപോലെ തന്നെ കുറേ കൂട്ടുകാർക്ക് അത് യൂസ്ഫുൾ ആകും. കാരണം പേ ലേറ്റർ EMI നമുക്ക് നല്ലൊരു അടിപൊളി സംഭവമായിരുന്നു. പ്രത്യേകിച്ച് എന്നെ പോലെ ഇപ്പോൾ ഞാൻ കൂടുതൽ പ്രൊമോഷൻസ് എടുക്കാറില്ല. അതുകൊണ്ട് തന്നെ പേ ലേറ്റർ EMIയിലാണ് ഓരോ പ്രോഡക്റ്റുകൾ വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് പ്രോഡക്റ്റുകൾ മേടിച്ച് ഇത് നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ അതാണ് ചെയ്യാൻ പറ്റാത്തത്. ഈ പേ ലേറ്റർ EMI ഉണ്ടെങ്കിൽ നമ്മുടെ നത്തിങ് ബട്ട്സ് Pro 2 അതുപോലെ തന്നെ Air 6, A6 Pro ഇതൊക്കെ തന്നെ അൺബോക്സ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഒന്നും നടക്കത്തില്ല. എന്തായാലും വലിയൊരു പ്രതിസന്ധിയിലാണ് ഞാൻ. പിന്നെ കുറേ കൂട്ടുകാർ പറഞ്ഞാൽ IDFC ബാങ്കിൻ്റെ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മളൊരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ കഴിഞ്ഞാൽ ശരിയാവുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല. അവിടെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്താൽ അവർ പറയുന്നത് ഫ്ലിപ്കാർട്ടിൻ്റെ പ്രശ്നമാണ്. ഫ്ലിപ്കാർട്ടിൽ പോയി ചോദിക്കുമ്പോൾ പറയും IDFCൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളായിട്ട് ഓട്ടിക്കും എന്നുള്ള അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നല്ലാണ്ട് ഒരു ഉപയോഗം എനിക്ക് എന്തായാലും ഉണ്ടായില്ല. അതുപോലെ തന്നെ മറ്റു പല കൂട്ടുകാർക്കും ഉണ്ടായിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇഷ്യൂ വന്നിട്ട് എങ്ങനെയാണ് അത് റിസോൾവ് ആയത് ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് വേണം, കാരണം കുറേ കൂട്ടുകാർക്ക് അത് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ്. പേ ലേറ്റർ EMIയുടെ ആ ഒരു ഇഷ്യൂ എന്താണെന്ന് നിങ്ങളിലേക്ക് അറിയിക്കാനും കൂടാതെ നിങ്ങളുടെ ആ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്തെങ്കിൽ അത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് എത്തിക്കാനുള്ളൊരു മാർഗ്ഗം. അത്ര മാത്രമായിട്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ടും അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ടും കൂടാതെ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും കൺസിഡർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.